അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി. ഇവിടെ മറ്റേ ജയിലിൻ്റെ പാളികളൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വെക്കാം. നമുക്ക് സാധാരണ കമ്പിയിൽ കുത്തിയിട്ട് ഇത് നമുക്ക് തന്തൂറിൽ ചെയ്യാൻ പറ്റും. സാധാരണ ഇങ്ങനെയല്ലേ ഈ കബാബ്സും കാര്യങ്ങളൊക്കെ ഇത് പക്ഷേ നമ്മുടെ ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അങ്ങ് സെറ്റാക്കി വെച്ചേക്കാം. നേരെ നമ്മളവിടെ നേരെ തന്തൂറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധനം ദേ വെച്ചിട്ടുണ്ട്. നല്ല കനൽ, നല്ല ചൂട്. 10 മിനിറ്റ്സ്. അപ്പോൾ ഒരു 10 മിനിറ്റ് താമസമുണ്ട്. നമുക്ക് 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഒരു സാധനം പറഞ്ഞില്ലേ, എന്തൊരു പേര്? ദം ചായ. അതങ്ങ് പോയി എടുത്തിട്ട് വന്നാലോ അല്ലേ? അപ്പൊ നമുക്ക് ദം ചായ എടുത്തിട്ട് വരാം. ബൈ. 10 മിനിറ്റ് പോരാ. അപ്പൊ നമ്മള് ചായക്കട, അതായത് ഇതിന്റെ പുറത്തുള്ള ചായക്കടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചായയുടെ മാസ്റ്റർ വിഷ്ണു. എന്തൊക്കെയാണ് പേര്? അബ്ദുൾ കുട്ടി. അപ്പൊ അബ്ദുൾ കുട്ടിക്കാണ് നമുക്ക് ഇന്ന് എന്താ പേര്? ദം ചായ. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇത് ഹോജ എന്ന് പറഞ്ഞ ഹോജ മുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലിവാവയിൽ തന്നെയുള്ള ഒരു സൈഡിലുള്ള ഒരു സംഭവമാണ്. ചായ, ജ്യൂസ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന ഒരു മുക്കാണിത്, ഹോജ മുക്ക്. അതെ അതെ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ദം ചായ. എന്താ ശരിക്കും ദം ചായ? പാല് സെപ്പറേറ്റ് ഉണ്ടാക്കുക ഒരു പദ്ധതിയാണ്. പുതിയതായി നമ്മൾ എടുത്തു തുടങ്ങിയത്. കാരണം ഒരു ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്, ആന്ധ്രയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ചായയാണ് ദം ചായ. അപ്പൊ അതായത് നമുക്ക് ദം ചായ ഉണ്ടാക്കാം. ദം ചായ ഉണ്ടാക്കി കുടിക്കാം. ദം ചായ പോരട്ടെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തിളച്ച പാല് കുറച്ച് ഡിറ്റേഷൻ ഒഴിച്ചു. അത്ര തന്നെയാണുള്ളത്. ഇതിന്റെ ഈ പ്രോസസ്സിങ്ങിനാണ് പ്രോസസ്സിംഗ്. ഓക്കെ. ഇതെന്താ പ്രോസസ്സിംഗ്? എന്താ സംഭവം? വാട്ടർ തിളച്ചതിന് ശേഷം ചായപ്പൊടി ഒഴിക്കുക. അതായത് ഇട്ട് തിളപ്പിക്കുവാണോ അതോ? അതെ, അതിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു തുണീനകത്ത് ഇത്തിരി ചായപ്പൊടി ഇട്ടിട്ട് അതിനടിയിൽ നിന്ന് ഇത് കൊടുക്കുകയാണ്. എന്ത് ഓൾറെഡി ഇട്ട് തിളപ്പിച്ചിട്ട് വീണ്ടും അതിന് ശേഷം ഇത് എടുത്തിട്ട് ഇതിലേക്ക് പാർന്നു കഴിഞ്ഞാൽ അത് താഴത്തും വരും. ചായപ്പൊടി അതിന്റെ മുകളിൽ തുണിയിലകത്ത് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ വെള്ളം ഒന്നും കൂടി, അപ്പോൾ രണ്ടാമത് ഈ ചൂട് കൊണ്ട്, ഹീറ്റ് കൊണ്ട് നമ്മുടെ അത് കുറച്ചും കൂടി നന്നായിട്ട് ആ ഫ്ലേവർ ആയിട്ട് കിട്ടും. കറക്റ്റ് വൈകുന്നേരമാണ് ചായ കുടിക്കാൻ. ദമ്മ് ചായ. ഇങ്ങനെ ചൂടിന്റെ കാര്യം പേരല്ലേ. അതാണ് ആദ്യമേ ഒന്ന് ചൂടാക്കി സെറ്റാക്കി. നമസ്കാരം. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു ലെയറിലാക്കിയിട്ട് ചൂടാക്കിയിട്ട് അതിന്റെ ഒരു ഫ്ലേവർ കറക്റ്റ് ആയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എല്ലാം ആയി വരുന്നുള്ളൂ. അതെ, ഉന്നക്കായ ഇപ്പൊ റെഡി ആയിട്ടുള്ളത് ഉന്നക്കായ മാത്രമാണ്. നമുക്ക് ഉന്നക്കായ ഒരു ഉന്നക്കായ കഴിക്കാം. ഒരു ഉന്നക്കായ എടുത്ത് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ബാക്കിയെല്ലാം സെറ്റായി വരുന്നുള്ളൂ. അപ്പൊ ഒരു ഉന്നക്കായ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്യാഷ്നട്ട് കിട്ടണോ? ഉന്നക്കായം ചായം കിട്ടി. ഇത് കുടിച്ചു കഴിഞ്ഞ് പതുക്കെ അങ്ങോട്ട് പോവാണ്. അതായത് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മള് ചായയും കുടിച്ചു, ഒരു പാത്രമൊക്കെ ഇങ്ങനെ സെറ്റായിരിക്കുക. ബൈ, തുറക്കാൻ റെഡിയാകും. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ പതുക്കെ മട്ടൺ റാൻ. ഓക്കെ, ഹൈ നമ്മുടെ റാൻ ഓഫ് ഇന്ത്യ, നമ്മുടെ മട്ടന്റെ റാൻ. മട്ടന്റെ വേണം. ഇല്ല, ചൂടാണ്, പിടിക്കൂല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിൽ പിടിക്കില്ല. നല്ലോണം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബൈ, താങ്ക് യു. കൈ ഇച്ചിരി തരൂ. താങ്ക് യു. അപ്പൊ ഖാനക്കെ ഹം ജാ രഹേ തീർച്ചയായും. അപ്പൊ എന്തായാലും ഇത് അവിടെ പോയി കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നാൽ മതി. അപ്പൊ നമ്മളെല്ലാം കിച്ചണിൽ നിന്ന് ഒപ്പം നിന്ന് കട്ടക്കട്ടയിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ക്യാബിനാണിത്. ഇതൊരു ഫാമിലിക്ക് ഒരു 15 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാബിനാണ്. അത് പറയരുത്, എന്നെ ഉദ്ദേശമാണ്. നല്ല സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. ഒരു ബിഗ് ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താം. താങ്ക് യു. ചേട്ടൻ മനോജേട്ടൻ. മനോജേട്ടന് കുറച്ച് നമ്മൾ ഈ പുതിയ തുടങ്ങിയ മുതൽ സ്റ്റാർട്ട് ഉണ്ടല്ലേ? ഓക്കെ. ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. ബിരിയാണിയും തവ പ്രോൺസും മട്ടൺ റാനും. നല്ല കിട്ടിയത്. നേരത്തെ
നമ്മൾ അന്ന് അവിടെ വെച്ച് ചോദിച്ചാൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും അടുത്ത് നോക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തീർച്ചയായും ഒരു 1 ഇയറിനെ കൊണ്ട് എന്തായാലും പുതിയൊരു ബ്രാഞ്ച് പ്രതീക്ഷിക്കാല്ലേ. അപ്പോൾ ഏതിനെ തുടങ്ങണ്ടേ? നമുക്ക് സ്റ്റാർട്ടേഴ്സ് എന്ന നിലയിൽ തവ പ്രോൺസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തവ പ്രോൺസ് നമുക്ക് സെർവിങ്ങിലല്ലോ, കഴിക്കലല്ലേ കാര്യം. ഷെല്ല് നമ്മളിങ്ങനെ വളരെ മനോഹരമായിട്ട് ഇതിനെ മാറ്റുക. അങ്ങനെ മാറ്റണം. അതെ, വളരെ മനോഹരമായെന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത് ഇത് വേറെ എന്തെങ്കിലും ചേർത്താണ്? അതെ അതെ. എന്ത് ചേർത്താണ്? ഒന്നും ചേർത്തില്ലേ, നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതന്നെയാണ്. ഏതാണ്? പറയാത്ത മസാലയിൽ. പറയാത്ത മസാല ഇപ്പോൾ ഒരു സീക്രട്ടിൽ വെക്കുന്നതല്ലേ നല്ലത്. അത് അതിനകത്ത് ആ ഒരു ടേസ്റ്റ് മൊത്തം അതിൽ നിന്ന് കേട്ടോ. സീരിയസ്ലി. നെക്സ്റ്റ് ഇനി ഇതിൽ ബിരിയാണി എടുക്കാം. നമ്മുടെ ബിരിയാണി ഓഫ് തലശ്ശേരി ദം ബിരിയാണി. ചെറിയ അരി അല്ലേ? അതെ അതെ, ചെറിയ നല്ല മസാല കേട്ടോ. നല്ല മസാല. ഒന്നും നെയ്യ് അധികം യൂസ് ചെയ്യുന്നില്ല. നെയ്യ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അധികം ഒട്ടുന്നില്ല കൈ. റാൻ നമ്മളിനി വെയിറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഫോർക്കും സ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് സാധാരണ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നമുക്ക് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് കൈയാണ്. കൈ കൊണ്ട് എടുത്തിരുന്നതാണ്. ഇവിടെ കുറെ കഴുകൻ കണ്ണുകൾ ഇപ്പൊ ഉണ്ട് ക്യാമറയുടെ. നമുക്ക് എടുക്കല്ലേ? അതെ, എവിടെ നിന്ന് എടുക്കുക? ഇതൊക്കെ തന്നെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കലാണ്. ബാമനെ ബാ, ചന്ദ്രൻ കാത്തിരിക്കുന്നത്. ഇത് വേറെ ചട്നി അങ്ങനെ ഒന്നുമില്ല? ജസ്റ്റ് ഇല്ല, അത് ഇതിൻ്റെ ഗാർലിക്കും പിന്നെ ഇതും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ബിരിയാണിയുടെ കൂടെ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. റൊട്ടി കാര്യങ്ങളുടെ കൂടെ എടുക്കുമ്പോൾ നമ്മൾ ഗാർലിക്കും നന്നായിട്ട് വെന്തുണ്ട്. ആ ഒരു മിൻറ്റിൻ്റെ ശരിക്കും കിട്ടുന്നത് മിൻറ്റ്, അതായത് മിൻറ്റിൻ്റെയും കേടിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പ് കിട്ടുള്ളൂ. കാരണം മൊത്തം ഇത് പോയി തോന്നുന്നുണ്ട്. ചെറിയൊരു പുളിപ്പ്, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, ഇത് രണ്ടിനും കൂടുതൽ കിട്ടണം. സ്പൈസി അല്ല. പിന്നെ എടുക്കുക, വേണമെങ്കിൽ തയ്യൽ നോക്കാം. അതൊരു ഫാമിലിക്ക് ഒരു നല്ല മതിയില്ല. ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളെ പോലത്തെ ആക്കെല്ലാം ഒരാൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, അതെ ഇതൊക്കെ ഇത് മാത്രമല്ല, ഇത് കൂടുതൽ ഡിഷസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സമയപരിമിതി കാരണം ഇത്രയും കാണിക്കാൻ പറ്റുന്നത്. കുഴപ്പമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ ഡിഷസ് കഴിച്ചിട്ട് പോകാം. നമ്മുടെ കറക്റ്റ് സ്ഥലം ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാവും. ഇത് വന്ന് പനമ്പള്ളി നഗർ മെയിൻ അവന്യൂ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ക്രോസ് റോഡ് 11 വരുമ്പോൾ തന്നെ കാണാം ആലിബാബ ആൻഡ് 41 ഡിഷസ്. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങൾ നമ്മുടെ ടേബിളിൽ എത്തുകയും ചെയ്യും അല്ലേ? പിന്നെ വേറെ ആലിബാബയിൽ വന്നു കഴിഞ്ഞാൽ 3 കുറഞ്ഞത് അല്ലേ? ഐസ്ക്രീം കഴിക്കാം, ഹോജാമുക്കിൽ നിന്നും തലശ്ശേരി സ്നാക്സും കഴിക്കാം. ഇവിടെ മെയിൻ കോഴ്സും കഴിക്കാം. തലശ്ശേരി സ്നാക്സ് നമ്മളിപ്പോൾ ആകെ ഉന്നക്കായ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അടുത്തൊരു 10-12 വെറൈറ്റീസ് ഓഫ് സ്നാക്സ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യും. അതെ അതെ, മാത്രമല്ല അതെ, ഈ സമയമായതുകൊണ്ടാണ് ഒരു സ്നാക്സ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 12 ഐറ്റവും കഴിച്ചിട്ട് പോകാം. ഞാൻ വെയിറ്റ് ചെയ്യും. ഇവരെല്ലാം പോകും, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഞങ്ങൾ ഇനി ശരിക്കും ഒന്ന് കാണട്ടെ. ഓക്കെ, ബൈ.